എറണാകുളം വടക്കൻ പറവൂരിൽ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പണം പലിശയ്ക്ക് വാങ്ങിയതിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് ഭർത്താവ് ബെന്നി. ഞായറാഴ്ച നടത്തിയ ആത്മഹത്യാ ശ്രമത്തിന് ശേഷമാണ് അതേക്കുറിച്ച് അറിയുന്നതെന്നും പലിശ നൽകിയ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയും പലപ്പോഴായി വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ഭർത്താവ് ബെന്നി പറഞ്ഞു. ബിന്ദു പ്രതിവിൻ്റെ പൈസ മേടിച്ചത് അന്നാണ് ഞാൻ അറിയുന്നത്. കയ്യിൻ്റെ ഞരമ്പ് മുറിച്ച് ബ്ലഡൊക്കെ പോയി ഇവിടെ മുകളിലിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ 4 ദിവസം അഡ്മിറ്റായി അന്ന് തിരിച്ചു വന്നപ്പോൾ ഈ ബിന്ദു പ്രദീപ് ഇവിടെ വന്ന് പൈസ ചോദിക്കാൻ വന്നിരുന്നു. ബിന്ദു പ്രദീപിൻ്റെ 10 ലക്ഷം മേടിച്ചിട്ടുണ്ടായിരുന്നു. 10 ലക്ഷം അത് ഒരുമിച്ചല്ല, 5 ലക്ഷമായിട്ടാണ് കിട്ടിയേക്കണതെന്ന് പറഞ്ഞ് അത് തിരിച്ചടക്കുകയും ചെയ്ത് അതിൻ്റെ ഇരട്ടി പലിശയും കൊടുത്തു. അതായത് 2023 എന്നാണ് ഏകദേശം പറഞ്ഞേക്കണം. നമുക്ക് കറക്റ്റ് എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഞങ്ങളെ മക്കളെയൊക്കെ ശല്യം ചെയ്യും, ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഞായറാഴ്ച ഞാനില്ലാത്ത നേരത്ത് ഒരു 5 മണിക്ക് ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്ന് ഭയങ്കര ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ഷമ്മി, ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ആശാ ബെന്നി ഇവരുടെ അയൽവാസിയാണ് റിട്ടയർഡ് പോലീസ് ഓഫീസറായ പ്രദീപും ഇയാളുടെ ഭാര്യ ബിന്ദു. ഇവരാണ് ഈ ആശയ്ക്ക് 10 ലക്ഷം രൂപ പണം വായ്പയായി നൽകിയത്, പലിശയ്ക്കാണ് നൽകിയത്. ഇത് കുടിശ്ശികയായി എന്ന് പറഞ്ഞാണ് ഇവർ വീട്ടിലെത്തി പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിരുന്നത് എന്നായിരുന്നു ആരോപണം. എന്നാൽ ഇവരുടെ വീട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ 10 ലക്ഷം രൂപ പലപ്പോഴായി തിരിച്ചടച്ചു തീർത്തിട്ടുണ്ട്. മുതലും പലിശയും അടക്കം മുഴുവൻ തുകയും അടച്ചു തീർത്തിട്ടുണ്ട്. പക്ഷേ ഇനിയും പണം നൽകാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് ഈ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയും വീട്ടിലെത്തി നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ ഭീഷണിയെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഈ ആശാ ബെന്നി ഒരു ആത്മഹത്യാശ്രമം നടത്തി കൈഞ്ഞരമ്പ് മുറിച്ചു. ആ ഘട്ടത്തിലാണ് ഈ ഭർത്താവ് പോലും അറിയുന്നത് ഇങ്ങനെ കടം വാങ്ങിയിരുന്നു എന്നുള്ളത്. അക്കാര്യമാണ് അദ്ദേഹം അല്പം മുമ്പ് പറഞ്ഞത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പരാതിയായി നൽകി. പോലീസ് ഈ റിട്ടയർഡ് പോലീസ് ഓഫീസറെയും ഭാര്യയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഇത്തരത്തിലുള്ള ഭീഷണി ഇനി പാടില്ല, പരസ്പരം അത് പറഞ്ഞു തീർത്തു. അതിനുശേഷമാണ് അവരെ പറഞ്ഞു വിട്ടത്. പക്ഷേ വീട്ടിലെത്തിയ ശേഷം വീണ്ടും ഭീഷണി തുടരുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ ഭീഷണി മുഴക്കിയാണ് അവർ പോയത്. അതിനുശേഷമാണ് ഇന്നലെ ഈ ആശാ ബെന്നി അടുത്തുള്ള പുഴയിൽ ചാടി ജീവൻ ഒടുക്കിയത് എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ ഈ പലിശക്കാരിൽ നിന്നുള്ള ഭീഷണിയും സമ്മർദ്ദവും നിമിത്തം തന്നെയാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബക്കാർ പറയുന്നു. ഒപ്പം ഇവരുടെ ഒരു ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിലും തൻ്റെ മരണത്തിന് ഉത്തരവാദി ഇങ്ങനെ പലിശയുടെ പേരിൽ സമ്മർദ്ദം ചെലുത്തിയവർ തന്നെയാണ് എന്ന ആത്മഹത്യാക്കുറിപ്പിലുമുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടമാണ് ഇന്നലെ മരിച്ച ആശാ ബെന്നിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ നടക്കും. അതിനുശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്ന് സംസ്കാരമടക്കം നടക്കും. ഇതിനിടയിൽ ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇതിനിടെ ഈ ആരോപണ വിധേയരായ പോലീസ് ഓഫീസറും ഭാര്യയും വീട്ടിലിപ്പോൾ അവർ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഒളിവിൽ പോയതാകാം എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. ഈ പറയുന്ന ആരോപണം ശരിയാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യാ പ്രേരണ അടക്കം ചുമത്തി ഇവർക്കെതിരെ കേസെടുക്കാനുള്ള സാഹചര്യം നിലവിൽ അസാധാരണ മരണത്തിനാണ് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ ആരോപണം ശരിയെന്ന് വന്നാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കം ചുമത്തി അവർക്കെതിരെ നടപടിയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഷമി. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.